ചണ്ടേ ചാമുണ്ടി പറയണോ? വേണോ? പറയിപ്പിക്കണോ? അല്പസ്ഥലം തരൂ. അമ്മേ ഭഗവതി, അനർത്ഥങ്ങൾ ഉണ്ടാവാതെ കാത്തു രക്ഷിച്ചോണേ. അനർത്ഥങ്ങള് ദുർമരണം കൊണ്ട് തെളിവുകൾ കാട്ടിയത് പോരെ. അമ്മയെ പരീക്ഷിക്കരുത്. അമ്മയുടെ കനകച്ചിലങ്ക കളവ് പോയിട്ട് കാർത്തിക നാളെത്ര കഴിഞ്ഞു? അടുത്ത കർക്കിടത്തിലെ കാർത്തിക നാളിന് മുമ്പ് കളവ് പോയ കനകച്ചിലങ്ക കണ്ടെത്തിയില്ലെങ്കിൽ കുടുംബത്തിൽ അവശേഷിക്കുന്ന ആൺ സന്തതിക്ക് അപമൃത്യുഫലം. അയ്യോ അമ്മേ, എന്റെ മോനെ കാത്തു രക്ഷിച്ചോണേ. അമ്മേ, കാത്തു രക്ഷിക്കാൻ അമ്മയുണ്ട് മക്കളെ, കാത്തു രക്ഷിക്കാൻ അമ്മയുണ്ട് മക്കളെ. പക്ഷെ കണ്ടെത്തണം, കനകച്ചിലങ്ക കണ്ടെത്തണം. കണ്ടെത്തേണ്ട പോലീസിനെ ആരോ സ്വാധീനിച്ചിരിക്കുക. പഞ്ചായത്ത് കമ്മിറ്റി ആണെങ്കിൽ നിഷ്ക്രിയം. പിന്നെ എങ്ങനെ കണ്ടെത്തും? പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ വിവരം കമ്മിറ്റിയെ ശക്തമായി അറിയിച്ചിട്ടുണ്ട്. ഒരു ഏകപക്ഷീയ തീരുമാനം ഉണ്ടാകും. നാട് ഭരിച്ചാ മതി, അമ്പലക്കാര്യങ്ങൾ നോക്കാൻ എന്റെ മക്കളുണ്ട്. ചിലങ്കയെ പോയിട്ടുള്ളൂ, നീയൊക്കെ ഇങ്ങോട്ട് വന്ന അമ്പലം തന്നെ വീഴുന്നു. അത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലം വക ആനയെ രാപകരില്ലാതെ പണിയെടുപ്പിച്ചിട്ട് എന്തായി? ആന ചെരിഞ്ഞു, പ്രസിഡന്റിന്റെ കീശ നിറഞ്ഞു. അനാവശ്യം പറയരുത്, ഊരിട്ടും മേന്നെ. പറയുന്നതാ ഇപ്പൊ കുഴപ്പം. കണക്കില്ലാതെ വരുന്ന നടവരവിന് എന്താ ഒരു കണക്കുള്ളത്? ഭണ്ഡാരം കുത്തിപ്പൊളിച്ചിട്ട് കാലം എത്രയായി? പോലീസ് നായ വന്ന ദിവസം പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി കുടുംബസമേതം ഗുരുവായൂർ തൊഴാൻ പോയത് ആരെന്നും ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. അമ്മേ ഭഗവതി, സത്യം തെളിയിക്കണേ. ദോഷാരോപം ചെയ്യുന്നവന്റെ നാവ് പുഴുത്തു പോണേ എന്റെ ഭഗവതി. എല്ലാവരുടെയും ദണ്ഡങ്ങൾ അമ്മ കാണുന്നു. മക്കൾ പരസ്പരം കലഹിക്കുന്നത് അമ്മക്ക് പൊറുക്കില്ല. പോകൂ, കോടതിയിലേക്ക് പോകൂ, കോടതിയിലേക്ക് പോകൂ. ചിലങ്ക കണ്ടെത്തും വരെ ഈ അമ്മ അസ്വസ്ഥയാണ്. അമ്മേ മഹാമായേ, കോടതിയെങ്കിൽ കോടതി, സത്യമേവ ജയതേ. പഴയ പത്രക്കടലാസൊക്കെ ഇപ്പൊ കിലോക്ക് അങ്ങനെ എന്ത് റേറ്റ് കിട്ടും? എന്തിനാ സാറേ? അല്ല, എങ്ങനെയാ അതിന്റെ വില നിലവാരം? സാറിന്റെ പേപ്പർ തുടങ്ങാൻ പോവാ? ചില പദ്ധതികളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ സാറിന് ഫീൽ ചെയ്യരുത്. സാറിന് പറ്റിയ പണിയാതാ. അയ്യടാ നമുക്കേ ഓന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. എടാ വിദ്യാധര, ഇതിലുള്ള നിയമം മുഴുവനും ഞാൻ പഠിച്ചു കഴിഞ്ഞു. വള്ളി പുള്ളി തെറ്റാതെ നമുക്ക് കാണാപ്പാടാ. എല്ലാം കൂടെ പേപ്പർ വിലക്ക് തൂക്കി വിറ്റാലോ എന്നാ. വളരെ നല്ലത്. തോൽക്കാനായി കേസ് വായിക്കുന്ന സാറിനെന്തിനാ നിയമവും നിയമപുസ്തകവും? കറക്റ്റ്. മോനെ വിദ്യാധര, ഏത് മണ്ടശിരോമണിയാ നിനക്ക് ഈ പേരിട്ട്? വിദ്യാധരൻ. ഇന്ത്യൻ നീതിപീഠത്തെ കുറിച്ച് നിനക്ക് എന്തറിയും? ഒന്നും അറിയില്ലേ? എന്നാ ഞാൻ പറയാ, വാദിക്കുന്നത് കോഴിമല വീരാങ്കോ ആയാലും ശരി, സുബ്രഹ്മണ്യം പോറ്റി ആയാലും ശരി, സത്യമേ ജയിക്കൂ. മനസ്സിലായി? ഇന്ന് വരെ ഞാൻ വാദിച്ച കേസിലെല്ലാം സത്യം മറുഭാഗത്തായിരുന്നു. കോടതിയുടെ വിധി? എടാ, സത്യം വാദിക്കാൻ എനിക്കൊരു കേസ് തരൂ. എന്റെ ഹൃദയം തുടിക്കുകയാണ്. എനിക്കൊരു കേസ് തരൂ. എന്റെ ഹൃദയം തുടിക്കുകയാണ്. തുടിക്കുന്നത് കടിക്കുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാവാം. ആദ്യം എന്റെ കാശോട്. കലക്കോ? കലയ്ക്കും കരയടക്കം ഒന്നടങ്കം വിറപ്പിച്ചിട്ടാ വരുന്നത്. കുടുംബത്തിൽ ഉടനെ ഒരു ദുർമരണം ഉണ്ടാവുന്ന വെച്ച് കാച്ചി. ആരുടെ കുടുംബത്തില്? എന്റെയും. താൻ പറഞ്ഞിട്ടാണ് എന്നെങ്ങാനും അറിഞ്ഞ അവന്മാരെന്നെ കാച്ചും. കാശുള്ളൂ. പിന്നെ ശരീരം ഇളകി ചാടിയതാ, അധ്വാനിച്ചതാ. ഇതുപോലെ കറുത്ത കോട്ടിട്ട് കോടതിയിൽ പോയി കള്ളം പറഞ്ഞ് കാശുണ്ടാക്കലല്ല. എടാ, ഒന്നോർത്തോ, നിന്റെ അമ്മായിയപ്പൻ രാവുണ്ണിമേനെ എങ്ങനെ പറഞ്ഞ നിന്റെ വായിന്ന് തന്നെ വെളിയിൽ വന്ന അമ്മായി അച്ഛനെ കാശ് പിടിക്കാണ്ട് ഏത് ഒരു വർഷം കൂട്ടിവെക്കാൻ ഞാൻ തയ്യാറാണ്. കാശി അമ്മക്ക് ഇത്തിരി നഷ്ടായാലെന്താ?
ഇനി രാവുണ്ണി മേനോൻ അവിടെ അടങ്ങിയിരിക്കാൻ പറ്റൂല. ഉടനെ തന്നെ അയാൾ വക്കാലത്തേരി നമ്മളടുത്ത് വരും. ഇത്രയും കാലം ക്ഷമിച്ചു, ഇനി ഇതങ്ങോട്ട് വിട്ടുകൊടുത്താൽ ശരിയാകത്തില്ല. ഭാര്യയുടെ ആങ്ങളായതുകൊണ്ടൊന്നല്ല ക്ഷമിച്ചത്, അയാൾ എന്നെ പോലെ ഒരു മേനോനായതുകൊണ്ടാ. മേനോന്മാർക്കിടയിലും പന്നന്മാരോ. ഇത്ര കാലത്തെ നീ ഇതെങ്ങോട്ടാ രാവുണ്ണി? എങ്ങോട്ടാ രാവുണ്ണി ഇപ്പൊ പറയാൻ മനസ്സില്ല. ഇതെന്താപ്പാ ഇയാളും വെളിച്ചപ്പാട് തുള്ളുകയാ? എങ്ങനെ തുള്ളാണ്ടിരിക്കും? എന്റെ മോന്റെ ജീവനിട്ട ആ കണ്ടർമേനും പന്താടുന്നു. മണിച്ചിലങ്ക കട്ട് പുട്ടടിച്ച അവന്റെ കഥ ഞാൻ കഴിക്കും. അമ്മ പാവല്ലേ അച്ഛാ? പാവമായാലും പാവയായാലും അയാൾ എന്റെ ആരുമല്ല. അയാള് നിങ്ങളുടെ മോനായതുകൊണ്ടൊരു കാര്യമില്ല. ഭയങ്കര കാട്ടുകളന, അമ്പലം വിഴുങ്ങി കണ്ടാമൃഗമേനോ. എന്താ രാവുണ്ണി ഇത്? കുന്തം. എന്റെ ഭാര്യ എത്തേലും എനിക്ക് ഒരു ദണ്ണമില്ല. നിങ്ങളുടെ മോളല്ലേ അവള്. അവളോടൊപ്പം കുറെ കാലം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കള്ളനായനെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകടിക്കും കല്ലിനും ഉണ്ടാ. കിടക്കും. കടിക്കേ കിടക്കേ നടക്കേ എന്ത് പണ്ടാരെങ്കിലാവട്ടെ. അല്ല, ഇത്ര കാലത്തെ എങ്ങോട്ടാ പടപ്പുറപ്പാടെന്ന് പറഞ്ഞില്ലല്ലോ. അത്രേ ഉള്ളോ? നിങ്ങളുടെ മോനുണ്ടല്ലോ, കുട്ടിക്കൃഷ്ണ മേനോൻ. എന്താ മനസ്സിലായില്ലേ? എന്റെ ഭാര്യ സഹോദരൻ. ചിലങ്ക മോട്ടിച്ച് ലക്ഷങ്ങളാ അടിച്ചു മാറ്റിയത്. നിയമം കോടതിയും വക്കീലൊന്നും ഇല്ലാത്ത രാജ്യമല്ലല്ലോ അത്. എല്ലാം ഞാൻ തെളിയിക്കും. അഴി എണ്ണുമ്പോ അറിയും ഈ മാണിക്യമംഗലത്തെ രാവണി മേനോൻ ആരെന്ന്. മോനെ സുധി, നീ ചാകാൻ ഈ അച്ഛൻ അനുവദിക്കില്ല. മോനെ സുധി, മോനെ സുധി, മുടിഞ്ഞു പോയിട്ട് അവന്റെ കിന്തി. ഉണ്ടടാ, ആപ്പ് കൊണ്ടുവന്നുണ്ടടാ. എത്ര എണ്ണം വേണം പറയടാ. അധിക ഷൈനിങ് വേണ്ടട്ടോ. കഷ്ടകാലത്തിന് തും മേരാ ബാപ്പായി പോയി എന്ന് വിചാരിച്ച് മെക്കട്ട് കയറുക. എനിക്ക് സന്തോഷായി. അച്ഛനെ പോലെ തന്റേടിയായ മകൻ. മേരാ ഭാരത് മഹാൻ. അതേടാ, ഭരതനെ പോലെ എന്റെ മോനും വീരനാടാ, ധീരനാടാ. മേരാ ഭാരത് മഹാൻ. എന്താ സംശയമുണ്ടോ നിനക്ക്? അച്ഛന്റെ മോനല്ലേ ഞാൻ. എനിക്ക് മാതുള്ളായ കംസനെ നിഗ്രഹിച്ച് ധർമ്മത്തെ സംരക്ഷിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ അധർമ്മിയും അഹങ്കാരിയും അമ്പലം വിഴുങ്ങിയും കുടുംബത്തിന്റെ ശാപമായി തീർന്നിരിക്കുന്ന നിന്റെ മാതുള്ളനായ ചെമ്പകശ്ശേരി കുട്ടിക്കൃഷ്ണമേനോനെ പരാജയപ്പെടുത്തി അയാൾ ഒളിച്ചു വെച്ചിരിക്കുന്ന മണിച്ചിലങ്ക കൊണ്ടുവരാൻ കഴിയുമോ നിനക്ക്? ഭയമാണല്ലേ? വേണ്ട, ഈ രാജ്യത്ത് കോടതി ഉണ്ടല്ലോ. കാണിച്ചു കൊടുക്കാവടാ ഞാൻ. ശരിക്കും പേടിച്ചു പോയല്ലേ? പേടിക്കാനോ? ഞാനോ? പോടി പെണ്ണേ. എന്നിട്ട് എന്താ വിയർക്കുന്നേ? അതോ, അത് വെളിച്ചപ്പാട് തുള്ളി. ഞങ്ങളും പുള്ളിക്കാരന്റെ കൂടെ തുള്ളി. ഒന്നും പറയാതിരിക്കുന്ന ഭംഗി. നീ വേഗം അമ്പലത്തിലേക്ക് ചെല്ലി. പോ. ഞാൻ ഉടനെ എത്തും. വീട്ടിൽ കാണണം. കാണും. നീ വേഗം പോയിട്ട് വാ. എന്താ പാപ്പ? ഒരുങ്ങിക്കഴിഞ്ഞോ? ഇത്ര പൊലച്ചക്ക് എങ്ങോട്ടാണാവോ? കേബിൾ സെന്ററിലോട്ടാ. ഇന്നിത്തിരി പണി കൂടുതലാ പാപ്പ. എന്തൊരു വിനയം, എന്തൊരു താഴ്മ. നിന്റെ ഉമ്മക്കില്ലല്ലോ ഇതൊന്നും. മോനെ നജീബേ, ഇത്രയും താഴ്മ പാടില്ല. ഇത്രയും താഴ്മ കാണിക്കുന്നവന്റെ പുറത്ത് നാട്ടുകാർ പുരവെക്കും, കയറി താമസിക്കുകയും ചെയ്യും. ബാപ്പാനെ പോലെ കരുത്തും കള്ളത്തിനും ഒന്നും ഇല്ലാണ്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റൂല മോനെ. മനസ്സിലായി പാപ്പ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അടുക്കളയിലോട്ട് ചെന്ന് വാട്ടിമുട്ട ഒരു 8 എണ്ണം പൊട്ടിച്ചോണ്ട് വാ. ശരീരം ചൂടോടെ നിൽക്കുമ്പോൾ വല്ലതും കഴിച്ചാലേ ദേഹത്ത് പിടിക്കൂ. ചെല്ലി പോ. മുട്ട പൊട്ടിക്കാൻ പറ്റേ? ഏത് വാഹനാണ് ഇയാളിത് എവിടെ പോയി കിടക്കാൻ? ഒരു കാര്യത്തിന് വന്നത് ഇയാൾക്ക് എന്തു പറ്റി? പേ പിടിച്ചോ? മനുഷ്യനെ പേടിപ്പിക്കാൻ നിർത്തണോ? തുള്ളല് കഴിഞ്ഞോ?
തന്റെ തുള്ളൽ കഴിഞ്ഞൊന്നും ഞാൻ എങ്ങനെയാണോ അറിയുന്നേ? അതല്ല വേന്നെ വെളിച്ചപ്പാടിന്റെ തുള്ളല്. കാര്യങ്ങളൊക്കെ അറിഞ്ഞൂല്ലേ? നമ്മുടെ ഈ നാട്ടില് ഞാൻ അറിയാതെ വല്ല കാര്യം നടക്കുവോ? തുള്ളിയത് പറഞ്ഞു, തുള്ളി പറഞ്ഞത് പറഞ്ഞു. സാരല്ല, ഞാനല്ലേ കൂടെ ഉള്ളത്. എല്ലാറ്റിനും നമുക്കൊരു വഴി ഉണ്ടാക്കാം. ആ എന്നെ മരുമോൻ വന്നല്ലോ. വിദ്യാധര, ഇനി പോയി വാതിലോർക്കൂ. അമ്മായി അച്ഛനും മരുമകനും തമ്മിൽ എന്തോ ഒരു സ്നേഹം. വേണ്ട വേണ്ട. എടോ, എന്റെ ഗുമസ്തനായതുകൊണ്ട് പറയല്ല. ഇതുപോലെ തങ്കപ്പെട്ട ഒരു ചെറുക്കനെ തന്റെ മൂക്കിട്ട് ഭാഗ്യാന്ന് വെച്ചോ. താനല്ലാതെ വല്ലോരും ഇവനെ വീട്ടിൽ കയറ്റാതിരിക്കോ? തങ്കപ്പെട്ട സാധനം. മനുഷ്യനിവിടെ ആദ്യ കയറി നിൽക്കുക. പരിഹാരം പറയണോ? IPC 206. അല്ലെങ്കിൽ വേണ്ട, അതെനിക്ക് വഴങ്ങൂല. നമുക്കേ 406 വെച്ച് ചാമ്പ്യാലോ? എന്ത് പണ്ടാറം വെച്ച് കാച്ചിയാലും വിരോധമല്ല. ആ കുട്ടിക്കൃഷ്ണൻ എന്നെ ഒന്ന് തറ പറ്റിക്കണോ? ഒരുത്തന്റെ മനസ്സിലിപ്പം നടക്കാൻ പോണില്ല. കള്ളനാണെന്ന് ആരോപിച്ച് എന്നെ പുകച്ച് പുറത്താക്കിയിട്ട് അമ്പലം കമ്മിറ്റി പ്രസിഡന്റ് ആവാനുള്ള അവന്റെയൊക്കെ പൂതി അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ആ ഇവനൊക്കെ മലബാറിൽ കാണുമ്പോ ഞാൻ അങ്ങ് മൈസൂരിൽ കാണും. മനസ്സിലായോ നിനക്ക്? മൈസൂറിങ് അടുത്തല്ലേ, നമുക്ക് മഹാരാഷ്ട്ര വരെ കണ്ടാലോ? വേണ്ട വേണ്ട, അതിപുതി ഉപയോഗിക്കരുതേ, തലമട്ട ചെയ്യും. ആ ചെമ്പകശ്ശേരി കുട്ടികൃഷ്ണ മേനോൻ ആരാണെന്നാ നീ കരുതിയേ? അല്ല, നന്ദിനി കുട്ടിക്കുള്ള പൂ താഴെ പോയെന്ന് പറയുകയായിരുന്നു. ആ ശശിയേട്ടാ, മുല്ലപ്പൂ എവിടെ? പിടിച്ചോ. ഭഗവതിക്ക് മാല കെട്ടാനാണോ അതോ ഇവക്ക് മാല കെട്ടാനാണോ നിന്നെ അമ്പലത്തിലെ കളയക്കാരനാക്കിയിരിക്കുന്നത്? അത് ഞാൻ പറഞ്ഞിട്ടാ. ഓ, പെമ്പിള്ളേരെ ഇത്തിരി പൂവൊക്കെ ചൂടിച്ചു വേണം പുറത്തേക്ക് വിടാൻ. ഓ, അഴുകിയ രാവണൻ എഴുന്നള്ളുന്നുണ്ട്. ഇന്നത്തെ ദിവസം പോക്കാം. രണ്ടാക്കും എന്താ വല്ലാത്തൊരു ചിരി? ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. ഏയ് ഒന്നുമില്ല പ്രതാപേട്ടാ. രണ്ടിന്റെയും കഥകളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിന്നെയൊക്കെ നിലക്കേർത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പിന്നെ ശരിക്കും നോക്കണേ പ്രതാപേട്ടാ. സുഭദ്രേ പറഞ്ഞത് കേട്ടല്ലോ. കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. നീ എന്റെ മുറപ്പെണ്ണ. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്ത് താലി കെട്ടോണ്ടാണ് ഞാൻ. നന്ദിനിക്കുട്ടി, കല്യാണത്തിനുള്ള മാല ശശിയേട്ടന്റെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് വാങ്ങിത്തരുന്ന കാര്യം ഞാൻ ഏറ്റിട്ടോ. അത് മതിയല്ലോ പ്രതാപേട്ടാ. പൊടിയാണ് അവിടെ. സുഹൃത്ത്, അല്പം കൂടി കിഴക്കോട്ട്. കിഴക്കോട്ടല്ല, പടിഞ്ഞാറോട്ട്. അരേ തോ ബതാവോ, പൂരബ് തരഫ് കുമാരാ ഹോ യാ പശ്ചിം തരഫ് കുമാരാ ഹോ? സുഹൃത്തെ, മർത്തിന് പെട്ടമ്മതൻ ഭാഷ താൻ മലയാളത്തിൽ പറയണ. എന്നിട്ട് കിഴക്കോട്ട് തിരിക്കണ. കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ തിരിക്കേണ്ടതെന്ന് നിങ്ങൾ ഒന്നുകൂടി തീരുമാനിക്കും. എന്നിട്ട് പറ. കിഴക്കോട്ട് വെച്ചാൽ ഏതൊക്കെ ചാനലാ സുഹൃത്തെ കിട്ടുക? കിഴക്കോട്ട് വെച്ച തുണി ഉടുത്ത മനുഷ്യന്മാരുടെ പ്രോഗ്രാം, പടിഞ്ഞാറോട്ട് വെച്ച തുണി ഉടുക്കാത്ത മനുഷ്യന്മാരുടെ. എങ്കിൽ പടിഞ്ഞാറോട്ട് തന്നെ മതി. ആഹാരവും പാർപ്പിടവും പോലെ നമ്മുടെ ദരിദ്ര രാഷ്ട്രം നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ വസ്ത്രം. അനാവശ്യമായി വസ്ത്രം ധരിക്കുന്നതിന്റെ ദൂരത്തിനെ കുറിച്ച് നമ്മുടെ ഗ്രാമീണരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് പടിഞ്ഞാറൻ ചാനലുകൾ തന്നെ മതി. സുഭാഷ് സുഹൃത്തെ, സുഭാഷ് ആന്റിനെ പടിഞ്ഞാട്ട് തന്നെ ഉറപ്പിച്ചാട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു ശ്രമദാനം നടത്താം. കിടാവേ, അയ്യോ സുധി, എന്തിനാ ഇതിന് മോള് കയറിയത്? കാലെങ്ങനെ സ്ലിപ്പായി വീണ? ദൈവമേ, നിങ്ങൾക്ക് നാണമില്ലായിരുന്നല്ലോ സുധി മേലോട്ട് കയറ്റാൻ. വെളിച്ചപ്പാട് പറഞ്ഞാൽ നിങ്ങൾ കേട്ടതല്ലേ? കഷ്ടം കേട്ടോ. ഇങ്ങോട്ട് വന്നേ. കർക്കിടകത്തിലെ കാർത്തിക നാൾ വരെ സൂക്ഷിക്കണേ സുധി. എനിക്ക് പിന്നെ ആരാ? സുഹൃത്തെ, അതോർത്ത് വിഷമിക്കണ്ട, നിനക്ക് പിന്നെ ഞാനുണ്ടല്ലോ. സുഗ്രീവ, വാഗിടാവേ, ഇവിടെ മുഴുവൻ ഔട്ട് ഓഫ് ഓർഡറാ. വന്നിട്ട് വേണം പണി തീർക്കാൻ. ചെല്ലി ചെല്ലി. തനിച്ചായല്ലേ, പേടിക്കണ്ട, കൊണ്ടുവിടാൻ ഇവിടെ ആളുണ്ടല്ലോ. ബാക്കിയുള്ളവൻ എന്നും ഇങ്ങനെ വിധവനായി കഴിയാനായിരിക്കും വിധി. ഇനി അവനെ നോക്കണ്ട, ഒരു കാര്യം ചെയ്യ്, നീ മോള് കയറ്. ഉയരങ്ങൾ കീഴടക്കാൻ വെമ്പുന്ന മനസ്സല്ല സുഹൃത്തിൻ്റെത്. ദയവ് ചെയ്ത് ഇന്ന് നീ കയറി. കുഞ്ഞു മെല്ലെ സൈഡ് ചേർന്ന് വലിഞ്ഞു നടന്നോളും. പോ പോ.